ഹലോ ഗൈസ്, വെൽക്കം ടു എ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒരു വ്ളോഗിൽ ഫ്രം ദ സ്റ്റാർട്ട് എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങിയുള്ള മൊമെന്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കൊച്ചുബേബി ഈ ഒരു അവസരത്തിൽ മിസ് റേച്ചൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിസ് റേച്ചൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ. കുട്ടികളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഒത്തിരി അടിപൊളിയായിട്ട് ഡെവലപ്പ് ആവും. ട്രൈ ചെയ്ത് നോക്കൂ. അർജുൻ ചേട്ടന് മോർണിംഗ് കുറച്ച് ടൈം ഇങ്ങനെ കിളിക്കൂട്ടിൽ ഇങ്ങനെ നോക്കി കിളികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഭയങ്കര കാമിങ് ആയിട്ടാണ് അർജുൻ ചേട്ടൻ എന്നെ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇതിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് പല ഐഡിയാസ് വരുന്നത് കേട്ടോ. കിളിക്കൂട്ടിൽ ഇന്നിന്ന മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇന്നിന്ന ബേർഡ്സിനെ ആഡ് ചെയ്താലോ, ഇങ്ങനെയൊക്കെയുള്ള ടോക്സ് അപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്. അന്ന് ഞാൻ കിളിക്കൂട്ടിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് കിളികൾ, അതായത് പേരെ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഇങ്ങനെ ഓരോ ട്വിക്സ് ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് അവർ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പം ഞാൻ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നത്, എന്നായിരിക്കും എനിക്കും അർജുൻ ചേട്ടനും ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരിക, നമ്മൾ ഓരോന്നും ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോയി നമ്മുടേതായ സ്വന്തം വീട് നമുക്ക് എന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ ആ ടൈം മുഴുവനും കേട്ടോ. എപ്പോഴും ഇറ്റ്സ് ടീം വർക്ക്. വളരെ റെയറായിട്ടേ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിലോട്ട് ഏതൊരു ജീവിയും പോകാറുള്ളൂ. പക്ഷെ ടീം വർക്ക് എപ്പോഴും നമ്മളെ അമേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. നല്ലൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. അർജുൻ ചേട്ടനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു നല്ലൊരു കോംബോ ആണ്. ഇപ്പൊ ദൈവം നമ്മളെ സഹായിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നു. മോൾക്കും ഈ ബേർഡ്സിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ലക്കിലി ചെറിയതിലെ ഇതൊക്കെ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഡോഗ്സിൻ്റെ അടുത്ത് പോകുമ്പോഴോ ക്യാറ്റ്സിൻ്റെ അടുത്ത് പോകുമ്പോഴോ ബേർഡ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴോ അലർജി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മോളെ എഫക്റ്റ് ചെയ്യാറില്ല. കുറച്ചു നേരം മോള് മണ്ണിലൊക്കെ നല്ലോണം കളിച്ചായിരുന്നു. അപ്പം തന്നെ കുളിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മോളുടെ ബാത്ത് ടൈം ടോയ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോവാണ്. ഇത് ആക്ച്വലി ബീച്ച് ടോയ്സ് ആണ്, പക്ഷെ മോള് കുളിക്കാൻ നേരമാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബാത്റൂം വളരെ വളരെ സ്ലിപ്പറിയാണ്. റെന്റഡ് ഹൗസ് അല്ലേ, അപ്പം നമുക്ക് അതിൻ്റെ ടൈലൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിലിപ്പോൾ ഇട്ടിരിക്കുന്ന ടൈല് ഭയങ്കര സ്ലിപ്പറിയാണ്. ബാത്റൂമിന് സൂട്ട് ചെയ്യുന്നൊരു ടൈലല്ല. അതുകൊണ്ട് ചെരുപ്പിട്ടിട്ടേ മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ക്രോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാനായിട്ട്. യൂഷ്വലി മോള് പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഞാനത് ആദ്യം തൊട്ടേ ശീലിപ്പിക്കാൻ ട്രൈ ചെയ്തൊരു കാര്യമാണ്. കാരണം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പച്ചവെള്ളത്തിൽ കുളിക്കാൻ. കാരണം ഞാൻ ചൂടുവെള്ളത്തിൽ മാത്രം കുളിച്ച് ശീലിച്ചു പോയതുകൊണ്ട് പല അവസരത്തിലും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. മോൾക്ക് പക്ഷെ അങ്ങനെയില്ല. എക്സ്ട്രീം തണുപ്പുള്ള സമയത്ത്, ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് മാത്രമാണ് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മോൾക്ക് പച്ചവെള്ളം തന്നെയാണ് ഇഷ്ടം. എൻ്റെ മോളുടെ മുടിയിൽ ഞാൻ കൂടുതലും ഈ എണ്ണ അങ്ങനെയുള്ള സംഭവത്തിനേക്കാളും ശ്രദ്ധിക്കുന്നത് സിറം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണ് കേട്ടോ. മുടിയുടെ നാച്ചുറൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എപ്പോഴും ഓയിൽ ചെയ്ത് വഴുവഴാന്നൊക്കെ ആക്കി ഒട്ടിച്ച് വെക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ചില ഹെയർ സ്റ്റൈൽസ് ചെയ്യാനായിട്ട് മുടി ഒതുങ്ങിയിരിക്കാൻ മാത്രമായിട്ടൊക്കെയാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഓയിൽ മസാജ് ചെയ്ത് വഴിച്ച് കെട്ടിവെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ സിറവും ഷാംപൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ബേബീസിന്റെ സ്കിൻ ആൻഡ് ഹെയറിന്റെ കെയറിൽ കുറെ ഇൻസ്പിറേഷൻ ഒക്കെ എനിക്ക് കൊറിയൻ വ്ളോഗ്സ് എന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റുട്ടീനൊക്കെ ഞാൻ കുറെ ഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വർക്ക്സ് ബെറ്റർ ഫോർ മീ ടു. മോള് വളരെ റെയർലി ആണ് ഫുൾ സ്ലീവ്സ് ഒക്കെ വീട്ടിൽ ഇടുന്നത്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടും മഴ ആയതുകൊണ്ടും ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് സ്കോച്ചിങ് ഹീറ്റും സമ്മറും കാരണം മോസ്റ്റ്ലി സ്ലീവ്ലെസ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കൊച്ചുവിന് എപ്പോൾ റെഡിയായാലും അപ്പോൾ വന്ന് മിററിൽ വന്ന് നോക്കി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വാമിയെ പോയി പ്രാർത്ഥിച്ച് കാലത്തൊട്ട് കണ്ണി വെക്കുന്ന ഒരു ശീലമാക്കി വെച്ചേക്കാണ്. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും.
വളരെ കുറച്ച് ചെറിയ മന്ത്രങ്ങളൊക്കെ പറയാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. മിസ് റേച്ചലിൽ ഒരു എപ്പിസോഡ് 1 അവറൊക്കെയാണ് വരുന്നത്. നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ബാക്കി കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കാൻ പോകണം എന്നുള്ളതുകൊണ്ട് ആശമയെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. മോള് ബുക്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹർ ഓൾ ടൈം ഫേവററ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഞാനും കുളിച്ചു വന്നപ്പോൾ എനിക്ക് അമ്മയുടെ അവിടെ പോകാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോളും ഞാനും കൂടി കുറച്ച് നേരം അമ്മാട്ടൻ്റെ വീട്ടിൽ പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ചോറൊക്കെ നല്ല കുറച്ചു കേട്ടോ. ഞാൻ ആദ്യം ചോറ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. പിന്നെ അതെനിക്കൊരു മനോവിഷമായതുകൊണ്ട് ഞാൻ വീണ്ടും ചോറ് കഴിച്ചു തുടങ്ങി. ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറച്ചു. ഞാൻ കഴിച്ചതിന് ശേഷം മോക്കും ഫീഡ് ചെയ്തു. ചോറും ബീട്രൂട്ടും വെണ്ടയ്ക്കായിരുന്നു മോക്കുന്നത് കേട്ടോ. കഴിച്ച പ്ലേറ്റ് കൊണ്ട് സിങ്കിലിടാൻ കൊച്ചുബേബിക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളത് എൻ്റർടൈൻ ചെയ്തിട്ടുമുണ്ട്. ഇതിപ്പോഴേ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ശീലമല്ലേ. കുറച്ചും കൂടെ ഒക്കെ വലുതാവുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇന്ന ബക്കറ്റിലിടണം എന്നൊക്കെ കൂടിയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അത് അതേപോലെ ഫോളോ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഞാനൊരു യൂബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോ വരുന്ന ടൈം കൊണ്ട് മോക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡി ആവുമായിരുന്നു. അർജുൻ ചേട്ടന് നാളെ ഒരു പുതിയ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോകണമായിരുന്നു. അപ്പോൾ നോക്കാൻ പോകാനായിട്ട് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അരുൾ എന്നാണ് പേര്. പുള്ളി സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പോൾ പുള്ളിയും അർജുൻ ചേട്ടനും കൂടി ലൊക്കേഷനിലോട്ട് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരും. ഞങ്ങൾ അമ്മാട്ടുൻ്റെ വീട്ടിലോട്ട് പോവാണ്. കൊച്ചുബേബിയുടെ ഫേവററ്റ് കാര്യത്തിലാണ് ഇന്ന് പോകുന്നത്. അത് ഓട്ടോ ആണ് കേട്ടോ. കൊച്ചുബേബിക്ക് ഓട്ടോ റൈഡ്സ് വളരെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഓരോ തവണയും ഓട്ടോയിൽ വരുന്നത്. ഞങ്ങൾ അമ്മാട്ടുവിൻ്റെ വീട്ടിലെത്തി. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പറയാതെയാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ. ഞങ്ങൾ മെയിനായിട്ട് വരാനുള്ള കാരണം ഇവിടെ ബൂബുവിന് കുറച്ച് സുഖമില്ലാതിരിക്കുമായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ അവനെ ഒന്ന് കാണാനും കൂടിയാണ് വന്നത്. ബൂബുവിന് അങ്ങനെ ഇവിടെ കേജ് ഒന്നുമില്ല. അവൻ വീട്ടിൽ ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവനൊരു ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അമ്മ ഒരു ക്ലോത്ത് സ്റ്റാൻഡൊക്കെ വെച്ച് ഒരു ടെൻറ്റ് ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. കുറേ ടവലും ബെഡ്ഷീറ്റും ഒക്കെ വെച്ച്. അങ്ങനെ അവൻ വളരെ കോസി ആയിട്ട് ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കുവാണ് കേട്ടോ. ആള് ഭയങ്കര വീക്കായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും കണ്ടതിൽ ഭയങ്കര ഒരു സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ബൂബു ആണ് എൻ്റെ ഫസ്റ്റ് ഡോഗ്. അവനിപ്പോൾ 15 വയസ്സായി. അവനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ ഞാൻ ആലോചിച്ചത്, ഇൻസ്റ്റഗ്രാമിൽ എത്ര കേസാണ് ഞാൻ കാണുന്നത്. ഡോഗ്സിനെ വയസ്സാവുമ്പോൾ കൊണ്ടുപോയി റോഡിൽ തള്ളിയിട്ട് പോകുന്ന ഒത്തിരി കേസസും റെസ്ക്യൂസും ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇവൻ്റെ മുഖം കണ്ടപ്പോൾ എങ്ങനെ ഒരു ഡോഗിനോട് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും കേട്ടോ. ഒരു ലൈഫ് ടൈം മുഴുവൻ എത്ര ലോയലായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇത് അമ്മൂമ്മയുടെ ഫ്ലാറ്റ് ആയിരുന്നു. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാനൊക്കെ എത്തി. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ അവിടെ അമ്മൂമ്മ നിന്ന് വേവ് ചെയ്യുന്ന ഒരു പിക്ചർ എപ്പോഴും മനസ്സിലേക്ക് വരും കേട്ടോ. അത് കഴിഞ്ഞ് അമ്മാട്ട് കൊച്ചുബേബിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ പെട്ടി ഇങ്ങനെ രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഈ ദുബായിൽ കുറേ നാൾ താമസിച്ച ആൾക്കാർ വന്നിട്ട് പെട്ടി പൊട്ടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൊച്ചുബേബിക്ക്. ഇതിൻ്റെ അകത്ത് എനിക്കും കൊച്ചുബേബിക്കും ഈക്വലി ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അമ്മ അങ്ങനെ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. കുറേ ക്ലിപ്സ്, ഹെയർ ബാൻഡ്സ്, കുറേ കളർ ഹെയർ ബാൻഡ്സ്, അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കൊണ്ടുവന്നത്. എല്ലാം കൊച്ചുബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നും വാങ്ങിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിഷമം വരണ്ടെന്നുള്ളതുകൊണ്ട് ഒരു 3 ക്ലിപ്പ് എനിക്കും കൂടെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെയും കൊച്ചേപ്പിയുടെ ഫേവററ്റ് ആക്ടിവിറ്റിയിലോട്ട് പോയി ബുക്കും പേനയും വരയ്ക്കലും. എനിക്ക് നല്ല ചൂട് സേവയും പുളിശ്ശേരിയും പപ്പടവും അമ്മ തന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കൊച്ചേബിയും തിരിച്ച് യൂബർ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി. പോകുന്ന ടൈം കൊണ്ട് മോള് ഉറങ്ങിപ്പോയി കേട്ടോ. നേരത്തെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി ആ കാറ്റൊക്കെ മുഖത്തോട്ടേക്ക് ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് ആളെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. മോളെ പതുക്കെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അർജുൻ ചേട്ടൻ വാങ്ങിച്ച കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിങ്ങനെ ഓരോ വീടിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഞാൻ സന്ധ്യാസമയത്ത് വീട്ടിലില്ലാത്തതുകൊണ്ട് ആശമ്മ വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വീട്ടിലേക്ക് കയറിയതും ഭയങ്കര ഐശ്വര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ഒരു കയറി വരുന്ന ഒരു കോറിഡോർ സ്പേസ് രണ്ടുപേരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി ഒന്നും കൂടെ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് നടന്നു വരാമെന്ന് പറഞ്ഞ് അർജുൻ ചേട്ടൻ കാണിക്കുവാണ് കേട്ടോ. ഈ ഒരു സ്പേസ് പ്ലാൻസ് ഒക്കെ വെച്ച് അർജുൻ ചേട്ടൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാൻസിൻ്റെ കാര്യത്തിൽ അർജുൻ ചേട്ടൻ നല്ല കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കാണ് ഒരു ഐഡിയ തോന്നി അവിടെ ഒരു ബുദ്ധനെ വെക്കണം എന്ന്. അങ്ങനെ ഞാനൊരു പ്ലാൻ ഇട്ടു, അമ്മയുടെ വീട്ടിൽ പോയിട്ട് ബുദ്ധനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരാമെന്ന്. അങ്ങനെ ഞാനും അർജുൻ ചേട്ടനും കൂടെ മിഷൻ ഇട്ടിട്ട് അമ്മയുടെ അങ്ങോട്ട് പോയി ബുദ്ധനെ എടുത്തു. അമ്മ നെഞ്ചത്തടിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ, പാവം. ഞങ്ങളായതുകൊണ്ട് വേറൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് അമ്മ തന്നു വിട്ടു. അമ്മ പറഞ്ഞു, എല്ലാം കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെ മാത്രം ഇവിടെ ഇട്ടിട്ട് പോകണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അമ്മ വരാത്തതല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ അവിടെ കുറേ പുതിയ കാർപ്പറ്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും വിടാതെ എല്ലാം ഞങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഒരു പെട്ടി ഓട്ടോ ആയിട്ട് വരാം, ഇനി ബാക്കി സാധനങ്ങളും കൂടെ നോക്കി ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയിട്ടാണ് വന്നത് അമ്മയുടെ വീട്ടിൽ. ഒത്തിരി സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇതേ കണ്ടോ, കാറിലെ ബാക്ക് സീറ്റിൽ ബുദ്ധൻ ഇരിക്കുന്ന കണ്ടോ, അടിപൊളിയല്ലേ. ബുദ്ധനെ മാത്രമല്ല, കാർപ്പറ്റും മാത്രമല്ല, ഞങ്ങൾ അവിടെ ഇരുന്ന കുറച്ച് ചെടിച്ചട്ടിയും ഭരണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഈ ഭരണി അമ്മൂമ്മയുടെ വീട് ഒഴിയുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇതൊക്കെ ഇനി കൊണ്ടുവരുന്ന എന്തിനാ, ഇത് ആർക്കെങ്കിലും കൊടുക്കുക, ഈ ഭരണിയൊക്കെ ഇനി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, അത് യൂസിൽ ചുമ്മാ വീട്ടിൽ വന്നാൽ അത് അവിടെ വെറുതെ ഇരുന്നു പോകും. അപ്പം അമ്മ പറഞ്ഞു, വെറുതെ ഇരുന്നു പോയാലും കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അന്ന് അടിയുണ്ടായി കൊണ്ടുവന്നതാണ്. അത് കണ്ടോ, ഇപ്പം അർജുൻ ചേട്ടൻ എല്ലാത്തിനും എടുത്തോണ്ട് പോയി. അമ്മയ്ക്കും ആക്ച്വലി ഇതായിരുന്നു പ്ലാൻ, ഇതിൻ്റെ ചെടി വളർത്താം എന്നുള്ളതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നു. കുറേ നാളായിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എന്തായാലും അത് പോയി, അർജുൻ ചേട്ടൻ എടുത്തോണ്ട് പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസിനൊരു ബ്ലാക്ക് ഭരണിയും കൂടെ എടുക്കാൻ നോക്കി. പക്ഷേ അമ്മ കയ്യോടെ അത് പൊക്കി. ഗൈസ്, അമ്മ കണ്ടുപിടിച്ചു, അയ്യോ അത് എടുക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മിഷൻ ചെറുതായിട്ടങ്ങ് പാളിപ്പോയി. അതുകൊണ്ട് അത് തിരിച്ചു വെക്കേണ്ടി വന്നു. ബാക്കി കുറേ സാധനങ്ങൾ എടുത്തു കേട്ടോ. രാത്രി ഉറങ്ങാൻ പോയ ഞാനാണ് മിഷനൊക്കെ ഇട്ട് വന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. എന്തായാലും ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണ് വച്ചേക്കുന്നതെന്നുള്ളത്.
ആദ്യം ബുദ്ധനെ ഈ ഒരു പ്ലേസിൽ വെച്ച് നോക്കി. അത് ജനാലയുടെ തിട്ടയാണ്, പക്ഷെ അത് കുറച്ച് റിസ്കിയാണ്. ആരെങ്കിലും വന്ന് അവിടെ കൈ ജസ്റ്റ് ഒന്ന് അമർത്തിയാലും ബുദ്ധൻ മറിഞ്ഞു വീണു പോവും. പക്ഷെ ആ ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഞങ്ങൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു. മോള് കണ്ടോ ബുദ്ധനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്ന കണ്ടോ? അമ്മയുടെ അവിടെ നിന്ന് ഒരു ആനയുടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിങ്ങ് എടുത്തോണ്ട് വന്നു. അതിലാണ് ബുദ്ധനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഗൈസ്. നമ്മൾ ആ കോറിഡോർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാണിച്ചു തരാം. നമ്മളല്ല, അർജുൻ ചേട്ടൻ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ അമ്മയുടെ ഒരു സഹായവും കൂടെ ഉണ്ടായിരുന്നു. നന്ദിയുണ്ട്. ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് വീഡിയോയുടെ താഴെ പറയണം കേട്ടോ. നമുക്ക് ഇതേപോലെ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു. ബൈ.